ഈനോക്ക് തന്റെ വിവാഹത്തിന് മുമ്പ് കണ്ട 2 ദർശനങ്ങളെ കുറിച്ചാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 1-ാം പാർട്ടിൽ എങ്ങനെയാണ് ഭൂമിയുടെയും സ്വർഗത്തിന്റെയും അന്ത്യകാല നാശം സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്കായി അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും. ഈ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ ഒരു ദർശനമാണ് അദ്ദേഹം കാണുന്നത്. നമുക്കതിലേക്ക് കടക്കാം. അധ്യായം 85. പിന്നെ ഞാൻ മറ്റൊരു സ്വപ്നം കണ്ടു. മകനെ, അതെല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈനോക്ക് അഥവാ ഹാനോക്ക് തന്റെ മകൻ മെഥൂശലഹിനോട് ഉറക്കെ പറഞ്ഞു, എൻ്റെ മകനെ, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. എൻ്റെ വാക്കുകൾ കേൾക്കുക. നിന്റെ പിതാവിന്റെ സ്വപ്ന ദർശനത്തിന് ചെവി ചായ്ക്കുക. ഞാൻ നിങ്ങളുടെ അമ്മ എന്നെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു ദർശനം കണ്ടു. അതാ ഭൂമിയിൽ നിന്നൊരു വെളുത്ത കാള പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഒരു പശുക്കിടാവും. ആ കിടാവിനോടൊപ്പം 2 കാളകളും പുറത്തു വന്നു. അവയിൽ ഒന്ന് കറുത്തതും മറ്റത് ചുവപ്പുമായിരുന്നു. ഭൂമിയിൽ ഉടനീളം ആ കറുത്ത കാള ചുവന്ന കാളയെ പിന്തുടർന്ന് അതിനെ ഇണിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം എനിക്ക് ആ ചുവന്ന കാളയെ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കറുത്ത കാള വളർന്നപ്പോൾ ഒരു പശുക്കിടാവും അതിനോടൊപ്പം പോയി. പിന്നീട് ആ കറുത്ത കാളയെ പോലെ ഇരിക്കുന്ന അനേകം കാളകൾ ഉണ്ടാകുന്നതും അവയൊക്കെയും ആ കറുത്ത കാളയെ പിന്തുടരുന്നതും ഞാൻ കണ്ടു. ഭൂമിയിൽ നിന്നും ആദ്യം പുറത്തേക്ക് വന്ന വെളുത്ത കാളയുടെ സാന്നിധ്യത്തിൽ നിന്നും വന്ന് ആ വെളുത്ത പശു ചുവന്ന കാളയെ അന്വേഷിച്ചു. എങ്കിലും അതിനെ കണ്ടെത്തുവാൻ അതിന് കഴിഞ്ഞില്ല. അതിനുശേഷവും ദുഃഖത്തോടുകൂടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ആ പശു ആ ചുവന്ന കാളയെ അന്വേഷിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യത്തെ വെളുത്ത കാള അതിൻ്റെ അടുത്ത് വന്ന് അതിനെ ശാന്തമാക്കി. ആ പശു അന്നു മുതൽ അതിൻ്റെ കരച്ചിൽ നിർത്തി. അതുവരെ അതൊക്കെയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു ശേഷം ആ പശു വേറൊരു വെളുത്ത കാളയെ പ്രസവിച്ചു. എന്നാൽ അതിനുശേഷവും ധാരാളം കറുത്ത കാളകളെയും പശുക്കളെയും അവൾ പ്രസവിച്ചു. എൻ്റെ ഉറക്കത്തിൽ ആ വെളുത്ത കാള അതെങ്ങനെ വളർന്ന് ഒരു വലിയ കാളയായി മാറി എന്ന് ഞാൻ കണ്ടു. അവളെപ്പോലെ ഇരിക്കുന്ന വെളുത്ത കാളകൾ അവളിൽ നിന്നുമുണ്ടായി. അവർ അവരെ പോലെയുള്ള അനേകം കാളകളെ ജനിപ്പിക്കുവാൻ തുടങ്ങി. ഇനി വരുവാനുള്ള അധ്യായങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായങ്ങളിൽ പറയുന്ന വിവിധ നിറത്തിലുള്ള മൃഗങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്താണ് ഇതിൻ്റെ സാരാംശം എന്നറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ ഇതിൻ്റെ ഓരോ വരിയുടെയും അർത്ഥം നാം ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കതിലേക്ക് കടക്കാം. അധ്യായം 85:3 പറയുന്നു, ഭൂമിയിൽ നിന്ന് ആദ്യമായി ഉയർന്നു വന്നത് വെളുത്ത കാള. ആദ്യമായി ഉയർന്നു വന്നത് ഇത് മനുഷ്യവംശത്തിന്റെ തുടക്കത്തെയും കാള ആദാമിനെയും പ്രതീകപ്പെടുത്തുന്നു. കാളയുടെ നിറമോ വെള്ള. അത് വിശുദ്ധിയെയും നിഷ്കളങ്കതയെയും കാണിക്കുന്നു. അതിനുശേഷം ഒരു പശുക്കിടാവ് പുറത്തേക്ക് വന്നു. അത് ഹൗവ ആണെന്ന് കരുതപ്പെടുന്നു. ആ കിടാവിനോടൊപ്പം 2 കാളകളും പുറത്തു വന്നു. അവയിൽ ഒന്ന് കറുത്തതും മറ്റത് ചുവപ്പുമായിരുന്നു. ആ ചുവന്ന കാളയെ കറുത്ത കാള ഓടിച്ചിട്ട് കുത്തി വീഴ്ത്തുമായിരുന്നു. അവസാനം അതിനെ കാണാതാവുകയും ചെയ്തു. കറുപ്പ് നിറം പാപത്തിൽ മുങ്ങിപ്പോയ ഒരു തലമുറയാണ് കാണിക്കുന്നത്. അതിനാൽ കറുത്ത കാള കയീനും ചുവന്ന കാള ആദമിന്റെ നീതിമാനായ പുത്രനും ഹാബീലുമാണ്.
ബൈബിളിൽ കയീനാൽ ഹാബേൽ കൊല്ലപ്പെടുകയായിരുന്നുവല്ലോ. അധ്യായം 85 പറയുന്നു, കറുത്ത കാള വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ ഒരു പശുക്കുട്ടി ആ കറുത്ത കാളയുടെ കൂടെ പോയി എന്ന്. നിരവധി പേർ പറയുന്നു ആ പശുക്കുട്ടി ഹൗവ ആണെന്ന്. എന്നാൽ ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. കാരണം അത് ഹൗവ ആയിരുന്നുവെങ്കിൽ ഒരു പശുക്കുട്ടി എന്നൊരിക്കലും പറയുകയില്ല. ഇത് ഒന്നിൽ കൂടുതൽ പശുക്കിടാങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. ബൈബിൾ ആദമിനെയും ഹൗവായെയും കുറിച്ച് അധികം ഒന്നും വിവരം നമുക്ക് നൽകുന്നില്ല. അവർക്ക് 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ മൂത്തവൻ ഇളയവനെ കൊന്നു. കയീനും അവന്റെ പരമ്പരയും ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്നൊഴികെ. എന്നാൽ ബൈബിളിൽ ഇടം കിട്ടാതെ കാലങ്ങളോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദി ഫോർഗോട്ടൺ ബുക്കിലെ ആദ്യ ബുക്കായ ആദമും ഹൗവായിലും അവരുടെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി കൊടുത്തിട്ടുണ്ട്. അതിൻ പ്രകാരം കയീനൊരു ഇരട്ട സഹോദരിയും ഹാബേലിനൊരു ഇരട്ട സഹോദരിയും ഉണ്ടായിരുന്നു. അവരുടെ മാതാപിതാക്കൾ കൂടുതൽ സുന്ദരിയായിരുന്ന കയീന്റെ ഇരട്ട സഹോദരിയെ ഹാബേലിനും ഹാബേലിന്റെ ഇരട്ട സഹോദരിയെ കയീനും കൊടുക്കുവാൻ തീരുമാനിച്ചതാണ് കയീനാൽ ഹാബേലിന്റെ കൊലയിൽ അവസാനിച്ചത്. അതിനുശേഷം കയീൻ അവിടെ നിന്നും പോകുമ്പോൾ തൻ്റെ ഇരട്ടയെ കൂടെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. ഈനോക്കിന്റെ പുസ്തകത്തിലെ ഒരു പശുക്കുട്ടി എന്നത് ഇതുമായി യോജിക്കുന്നതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ കയീൻ്റെ കൂടെ പോയത് അവൻ്റെ അമ്മ ഹൗവ അല്ല, അവൻ്റെ തന്നെ ഇരട്ട സഹോദരിയാണ്. 85:6 അതേ വാക്യത്തിൽ പറയുന്നു, അവർക്ക് നിരവധി കാളകൾ ജനിച്ചു. അവയൊക്കെയും ആ കറുത്ത കാളയെപ്പോലെയായിരുന്നു, ആ കറുത്ത കാളയെ പിന്തുടരുന്നവരും. ഇത് കയീൻ്റെ പിൻഗാമികളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കയീന് ജനിച്ച സന്തതികളൊക്കെയും അവനെപ്പോലെ ആയിരുന്നു എന്ന് മാത്രമല്ല, അവർ ഒക്കെയും അവൻ്റെ പാത പിന്തുടരുന്നവരും ആയിരുന്നു. അക്രമം, മത്സരം അല്ലെങ്കിൽ നീതിയിൽ നിന്നുള്ള വ്യതിചലനം എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു വംശാവലിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 85:6 പറയുന്നു, ആദ്യം വന്ന ആ പശു, അതായത് ഹൗവ, ആദ്യം വന്ന വെള്ളക്കാളയുടെ അടുക്കൽ നിന്നും, അതായത് ആദമിൻ്റെ അടുക്കൽ നിന്നും വന്ന് ചുവന്ന കാളയെ അന്വേഷിച്ചു, എങ്കിലും അതിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന്. ഇവിടെ ചുവന്ന കാള എന്ന് പറയുന്ന ഹാബേലിനെ കുറിച്ചാണ്. ഇത് വീണ്ടും ഒരു ചോദ്യം ഉയർത്തുന്നു. ആരാണ് കറുത്ത കാളയുടെ, അതായത് കയീൻ്റെ കൂടെ പോയത്? അമ്മ ഹൗവയോ അതോ സഹോദരിയോ? ഈ വാക്യം അമ്മയല്ല സഹോദരിയാണ് എന്ന് സ്പഷ്ടമായി നമ്മെ കാണിച്ചു തരുന്നു. കാരണം ഹൗവ ഹാബേലിനെ തിരക്കി വന്നത് ആദമിൻ്റെ അടുക്കൽ നിന്നുമാണ്, കയീൻ്റെ അടുക്കൽ നിന്നുമല്ല. 85:8 പറയുന്നു, ആദ്യ പശു, അതായത് ഹൗവ, ഒരു വെള്ളക്കാളയെ കൂടി പ്രസവിച്ചു എന്ന്. ഹാബേലിൻ്റെ മരണശേഷം പുതിയൊരു തുടക്കമായി ഹാബേലിന് പകരം നൽകപ്പെട്ട നീതിമാനായ പുത്രനായ സേത്തിന്റെ ജനനത്തെ ഇത് സൂചിപ്പിക്കുന്നു. വെള്ള നിറത്തോടു കൂടിയ പശുക്കുട്ടി വിശുദ്ധി, ധാർമ്മികത, ദൈവിക പ്രീതി എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. സേത്ത് നീതിയുടെ പുതിയ വിത്തായി മാറുന്നു, ദൈവത്തോടു കൂടി നടക്കുന്നവരുടെ പരമ്പര തുടർന്നുകൊണ്ട്. എന്നാൽ ഇതേ വാക്യത്തിൽ പറയുന്നു, അതിനുശേഷം അവളിൽ നിന്നും അനേകം കറുത്ത കാളകളും പശുക്കളും ഉണ്ടായി എന്ന്. കറുത്ത കാളകളും പശുക്കളും നീതിയിൽ നിന്നും വഴിതെറ്റിയ പിൻഗാമികളുടെ പ്രതീകമാണ്. 85 അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ വെള്ളക്കാള വീണ്ടും പൊന്തി വന്നതിൻ്റെ ദൃശ്യവിവരണം കാണാം. ആദാമിൽ ആരംഭിച്ച് ഗോത്ര പിതാക്കന്മാരിലേക്ക് നീളുന്ന
നീതിമാന്മാരായ ഒരു വംശ പരമ്പരയുടെ വളർച്ചയെ പ്രതീകാത്മകമായി ഇതിൽ ചിത്രീകരിക്കുന്നു. വിശുദ്ധിയെയും ദൈവിക പ്രീതിയെയും പ്രതിനിധീകരിക്കുന്നതാണ് വെള്ളക്കാളകളുടെ തുടർച്ചയായ ജനനം. മനുഷ്യരാശിയുടെ പൂർവികനായ ആദാമിനെയാണ് വെള്ളക്കാളയായി പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ആ വെള്ളക്കാള വളർന്നു വലിയ വലിപ്പമുള്ള കാളയായി മാറുന്നു. ഇത് ആദാമിന്റെ നീതിമാന്മാരായ പിൻഗാമികളെ സൂചിപ്പിക്കുന്നു, പ്രത്യേകിച്ച് സേത്തിനെയും നോഹയെയും, ദൈവത്തോട് വിശ്വസ്തത കാട്ടിയ അവരുടെ സന്തതികളെയും. ഇനി നമുക്ക് ഈ നിറങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഏത് രാജ്യങ്ങളുമായി പ്രതീകാത്മകമായി ബന്ധപ്പെടുന്നുവെന്ന് നോക്കിയതിന് ശേഷം അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ചുവന്ന കാള, അത് ആദമിനെ കൂടാതെ ഇസ്രായേൽ രാഷ്ട്രത്തെയും സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇസ്രായേൽ? ചുവന്ന കാള ഭൂമിയിൽ ആദ്യം രൂപം കൊണ്ട മനുഷ്യനായ ആദമിന്റെ പ്രതീകമാകുന്നു. എന്നാൽ ഈ കാളയുടെ ദർശനം അതിൽ മാത്രം നിൽക്കാതെ ഇസ്രായേൽ ജനതയുടെ ദീർഘയാത്രയെയും അവരുടെ പീഡനങ്ങളെയും തിരിച്ചുവരവിനെയും ആഴത്തിൽ സ്പർശിക്കുന്നു. ഭൂമി എമ്പാടും ഓടിച്ചിട്ട് കറുത്ത കാളയുടെ കുത്തുകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ചുവന്ന കാള, ഇത് യുഗങ്ങളായി ഇസ്രായേൽ നേരിടുന്ന പീഡനങ്ങളുടെ ദൃഷ്ടാവിഷ്കാരമല്ലേ? നാടുകടത്തലുകളും അതിലൂടെ അവർ അനുഭവിക്കേണ്ടി വന്ന ഒറ്റപ്പെടലുകളും ദുരിതങ്ങളും നിരന്തരമായ ഉപദ്രവങ്ങളും ഈ കാളയുടെ ദുഃഖത്തിലൂടെ ദർശനാത്മകമായി പ്രത്യക്ഷപ്പെടുന്നു. അവസാനം ആ ചുവന്ന കാള അപ്രത്യക്ഷമാകുന്നു. അതൊരു നിമിഷം മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ്. അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക ശബ്ദത്തിന്റെ മൗനവും ദൈവിക ഇടപെടലിന്റെ ഇടവേളയും നാടുകടത്തലിന്റെ ആഴവുമാണ്. പശുവിന്റെ മകനെ തേടിയുള്ള അന്വേഷണവും കരച്ചിലും മാതൃസ്നേഹവും ഇവ ഇസ്രായേൽ ജനതയുടെ മാനസാന്തരത്തിന്റെയും ദൈവത്തോടുള്ള മടക്കത്തിന്റെയും ആത്മാവിന്റെ ഉണർവിന്റെയും പ്രതീകങ്ങളായി ദർശിക്കാം. അതൊരു തിരിച്ചുവരവിന്റെ ദൈവീക കരുണയിലേക്കുള്ള യാത്രയാണ്. ഇനി നമുക്ക് കടുത്ത കാളയെടുക്കാം. കറുത്ത കാള, കയീൻ അല്ലെങ്കിൽ കയീന്റെ വംശം. അത് മാത്രമല്ല, നീതിക്കെതിരെ മത്സരിക്കുന്ന എല്ലാ ശക്തികളുടെയും പ്രതീകമാണ്. ഈജിപ്ത്, ബാബിലോൺ, അതുപോലെ തന്നെ വിശാലമായ ജാതികളിൽ നിന്നുള്ള മറ്റ് രാഷ്ട്രങ്ങളും ഈ പ്രതീകത്തിൽ ഉൾപ്പെടാം. പ്രവചന പുസ്തകമായ വെളിപ്പാട് 13 കുഞ്ഞാടിനെ എതിർക്കുന്ന മൃഗീയ ശക്തികളുടെ ദൃഷ്ടാവിഷ്കരണങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ പശ്ചാത്തലത്തിൽ കറുത്ത കാളയുടെ പ്രതീകം കൂടുതൽ ആഴം നേടുന്നു. വെളുത്ത കാള, അത് ആദമിനെയും നീതിമാന്മാരെയും പ്രതിനിധീകരിക്കുന്നു. കറുത്ത കാളയെപ്പോലെ അത് ഒരു രാഷ്ട്രത്തിൽ ഒതുങ്ങുന്നില്ല, പകരം അത് ഭൂമിയിൽ ഉടനീളം ചിതറിക്കിടക്കുന്നു. അതിർത്തികളെയും രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെയും മറികടക്കുന്ന നീതിയുടെ ഒരു നിശബ്ദ സാന്നിധ്യം. പശുക്കിടാവ് എന്നത് ഹവ്വായെ മാത്രമല്ല, ഇസ്രായേൽ ജനതയെയും അതുപോലെ ജഡത്തിന്റെ മാതാവിനെ മാത്രമല്ല, ഉടമ്പടി വഹിക്കുന്നവനെയും സൂചിപ്പിക്കുന്നു. അവൾ ഒരു വാഗ്ദാനവും വംശാവലിയും ദിവ്യ അവകാശവാദവും വഹിക്കുന്നു. അവളുടെ സാന്നിധ്യം മൃദുവും എന്നാൽ കഠിനവുമാണ്. പ്രവചനത്തിന്റെ ഒരു സ്ത്രീ, തിരിച്ചുവരലിന്റെ ഒരു തൊട്ടിൽ. നക്ഷത്രങ്ങളെപ്പോലെ കാണപ്പെടുന്ന വഴിതെറ്റിപ്പോയ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പശുക്കളുമായി ഇണചേർന്ന് സങ്കര മൃഗങ്ങൾക്ക് ജന്മം നൽകി ആത്മീയ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ. പ്രിയ സുഹൃത്തുക്കളെ, നന്ദി.
ഈ പുണ്യ ദർശനത്തിലൂടെ എന്നോടൊപ്പം നടന്നതിനും അത് കണ്ടതിനും നന്ദി. നിങ്ങളുടെ സമയവും ശ്രദ്ധയും തുറന്ന മനസ്സും വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഈ യാത്ര നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തിയോ, ചിന്തയെ ഉണർത്തിയോ? എങ്കിൽ മുൻ അധ്യായങ്ങൾ പങ്കിടാനോ അഭിപ്രായമിടാനോ വീണ്ടും സന്ദർശിക്കുവാനോ മടിക്കേണ്ട. സമാധാനവും വ്യക്തതയും ദിവ്യ ഉൾക്കാഴ്ചയും നിങ്ങളെ എപ്പോഴും നയിക്കട്ടെ. അടുത്ത അധ്യായത്തിൽ ഞങ്ങൾ ഈ യാത്ര തുടരും. അതുവരെ അനുഗ്രഹീതരായി തുടരുക.